ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് സെന്റൻസുകൾ പ്രാക്ടീസ് അല്ല, ഇന്ന് നമുക്ക് കുറച്ച് വേർബ്സ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. വേർബ്സിന്റെ B1, B2, B3 ഫോംസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി മുന്നോട്ട് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് വേർബ്സ് ഫോമും കൂടെ മനസ്സിലാക്കി വെക്കണം. എല്ലാവരും തയ്യാറല്ലേ? നമുക്കറിയാം, വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയകൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേർബ്സ് ആണ്. അതായത് നടക്കുക, വായിക്കുക, എഴുതുക, പഠിക്കുക, ഇവയെല്ലാം നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. വിശദീകരണത്തിൽ പോകുന്നില്ല, ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ലല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ നാം ഏത് സെന്റൻസ് പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ടത് വെർബ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വെർബ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഇന്ന് നമുക്ക് സംസാരിക്കുവാൻ അത്യാവശ്യമായ ഏതാനും ചില വെർബ്സിന്റെ 3 രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വെർബ്സിന്റെ 3 രൂപങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബേസ് ഫോം, അതായത് പ്രസന്റ്. 2 പാസ്റ്റ് ഫോം, കഴിഞ്ഞുപോയ കാര്യം, പാസ്റ്റ് ഫോം. മൂന്നാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ഈ കേൾക്കുന്ന വാക്കുകൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, B1, B2, B3 എന്നാക്കി നമുക്ക് പഠിക്കാം. അതായത് B1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം നമ്മൾ പറഞ്ഞല്ലോ, എഴുതുക എന്നുള്ളത് ഒരു ബേസ് ഫോമാണ്. B2 എന്ന് പറയുന്നത് എഴുതി. B3 എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടാകും എന്നൊക്കെയാണ്. പക്ഷെ B3ക്ക് സ്വന്തമായ ഒരു അർത്ഥമില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ B3 മറ്റു ചില വാക്കുകളുടെ കൂടെ വരുമ്പോൾ അർത്ഥമുണ്ടാകും. പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു വെർബ് എടുക്കാം. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നർത്ഥം. അഡ്വൈസ് ഉപദേശിക്കുക എന്നർത്ഥം. അഡ്വൈസ്ഡ് B2 വരുമ്പോൾ അഡ്വൈസ്ഡ് ആണ്. അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നർത്ഥം. B3 അഡ്വൈസ്ഡ് തന്നെയാണ്. B3 അഡ്വൈസ്ഡ് തന്നെയാണ്. ഉപദേശിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ടാവും, ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം. ഇനി നമുക്ക് വെർബ്സിന്റെ 3 ഫോംസ് നോക്കാം. B1, B2, B3. മീറ്റ് കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി, മെറ്റ്. ബിക്കം ആയിത്തീരുക, ബിക്കെയിം ആയിത്തീർന്നു, ബിക്കം. സെൽ വിൽക്കുക, സോൾഡ് വിറ്റു, സോൾഡ്. സ്പ്രെഡ് പരത്തുക അല്ലെ വ്യാപിപ്പിക്കുക, സ്പ്രെഡ് വ്യാപിപ്പിച്ചു അല്ലെ പരത്തി എന്നർത്ഥം. സ്പ്രെഡ് തന്നെയാണ് B3. ഗ്രോ വളരുക, ഗ്രൂ വളർന്നു, ഗ്രോൺ. സെൻഡ് അയക്കുക, സെൻഡ് അയച്ചു, സെൻഡ്. കട്ട് മുറിക്കുക, കട്ട് മുറിച്ചു, കട്ട്. സീ കാണുക, സോ കണ്ടു, സീൻ. ഫോർഗെറ്റ് മറക്കുക, ഫോർഗോട്ട് മറന്നു, ഫോർഗോട്ടൻ. പേ പണമടയ്ക്കുക, പെയ്ഡ് പണമടച്ചു, പെയ്ഡ്. ഗെറ്റ് കിട്ടുക, ഗോട്ട് കിട്ടി, ഗോട്ട്. ത്രോ എറിയുക, ത്രൂ എറിഞ്ഞു, ത്രോൺ. സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു, സാറ്റ്. ഗോ പോവുക, വെന്റ് പോയി, ഗോൺ. സേ പറയുക, സെറ്റ് പറഞ്ഞു, സെറ്റ്. ഗീവ് നൽകുക അല്ലെങ്കിൽ തരുക, ഗേവ് നൽകി, തന്നു, ഗിവൺ. ബ്രിങ് കൊണ്ടുവരിക, ബ്രോഡ് കൊണ്ടുവന്നു, ബ്രോഡ്. റൈസ് ഉദിക്കുക അല്ല ഉയരുക, റോസ് ഉയർന്നു, ഉദിച്ചു, റിസൺ. ബ്രേക്ക് പൊട്ടുക, ബ്രോക്ക് പൊട്ടി, ബ്രോക്കൺ. സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി, സ്ലെപ്റ്റ്. ഫ്ലൈ പറക്കുക, ഫ്ലൂ പറന്നു, ഫ്ലോൺ. സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റുഡ് നിന്നു, സ്റ്റുഡ്. കം വരുക, കെയിം വന്നു, കം. ഫാൾ വീഴുക, ഫെൽ വീണു, ഫാളൻ. ഈറ്റ് തിന്നുക, എയ്റ്റ് തിന്നു, ഈറ്റൻ. റൺ ഓടുക, റാൻ ഓടി, റൺ. വിൻ ജയിക്കുക, വോൺ ജയിച്ചു, വോൺ. ഡു ചെയ്യുക, ഡിഡ് ചെയ്തു, ഡൺ. ടിയർ കീറുക, ടോർ കീറി, ടോൺ. സ്റ്റീൽ മോഷ്ടിക്കുക, സ്റ്റോൾ മോഷ്ടിച്ചു, സ്റ്റോളൻ. കീപ് സൂക്ഷിക്കുക, കെപ്റ്റ് സൂക്ഷിച്ചു, കെപ്റ്റ്. റൈറ്റ് എഴുതുക, റോഡ് എഴുതി, റിട്ടൺ. ക്യാച്ച് പിടിക്കുക, കോട്ട് പിടിച്ചു, കോട്ട്. സെറ്റ് ഒരുക്കുക, സെറ്റ് ഒരുക്കി, സെറ്റ്. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്കൺ. ഫീൽ തോന്നുക, അനുഭവിച്ചറിയുക എന്നർത്ഥം. ഫെൽറ്റ് തോന്നി, ഫെൽറ്റ്. ഹാവ് ഉണ്ടാവുക, ഹാഡ് ഉണ്ടായിരുന്നു, ഹാഡ് തന്നെയാണ്. യൂസ് ഉപയോഗിക്കുക, യൂസ്ഡ് ഉപയോഗിച്ചു, യൂസ്ഡ്. ടെൽ
പറയുക, ടോൾഡ് പറഞ്ഞു, ടോൾഡ്. മേക്ക് നിർമ്മിക്കുക, മെയ്ഡ് നിർമ്മിച്ചു, മെയ്ഡ്. ലൂസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. പുട്ട് വെക്കുക, പുട്ട് വെച്ചു, പുട്ട്. ഹോൾഡ് പിടിക്കുക അല്ല നടത്തുക എന്നർത്ഥം. ഹെൽഡ് പിടിച്ചു നടത്തി എന്നർത്ഥം, ഹെൽഡ്. ബിഗിൻ തുടങ്ങുക, ബിഗാൻ തുടങ്ങി, ബിഗൺ. ലീവ് വിടുക, ലെഫ്റ്റ് വിട്ടു, ലെഫ്റ്റ്. ഷട്ട് അടയ്ക്കുക, ഷട്ട് അടച്ചു, ഷട്ട്. ലീഡ് നയിക്കുക, ലെറ്റ് നയിച്ചു, ലെറ്റ്. അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കി, അണ്ടർസ്റ്റുഡ്. സിംഗ് പാടുക, സാങ് പാടി, സങ്. വീപ്പ് കരയുക, വെപ്റ്റ് കരഞ്ഞു, വെപ്റ്റ്. B1, B2, B3 ഈ ക്രമത്തിൽ പഠിച്ചു വെക്കുക. കൂടുതൽ വെർബ്സ് നമ്മുടെ റീഡിംഗ് പ്രാക്ടീസിലൂടെയും ലിസണിംഗ് പ്രാക്ടീസിലൂടെയും നമുക്ക് ഓട്ടോമാറ്റിക്കായി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.